ന്യൂസ് ക്ലിക്ക് സ്ഥാപകൻ പ്രബീർ പുറുക്കായസ്തക്കെതിരായ ED കേസ് ഡൽഹി ഹൈക്കോടതി റദ്ദാക്കി. കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസാണ് റദ്ദാക്കിയത്. ED അധികാരം ദുർവിനിയോഗം ചെയ്തെന്നും കോടതിയുടെ വിമർശനം. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ പത്രപ്രവർത്തനത്തിനെതിരെയാണ് ED അധികാരം ദുർവിനിയോഗിച്ചതെന്നും കോടതി പറഞ്ഞു. റഷീദ് ബിൻ മുഹമ്മദ് വിശദാംശങ്ങളുമായി. റഷീദ്, വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു വിധിയും കൂടിയാണ്. ആ വിധി പകർപ്പ് പുറത്തു വരുമ്പോൾ EDക്ക് എത്രമാത്രം തിരിച്ചടി ഉണ്ടാക്കുന്ന, രാഷ്ട്രീയ പ്രേരിതമായി കേസുകളെടുക്കുന്ന EDക്ക് നേരെയുള്ള എത്ര വലിയ അടിയാണ് ഈ കോടതി വിധി? വിധി പകർപ്പ് ലഭിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഉള്ളടക്കം എങ്ങനെയാണ്? സൈഫുദ്ദീൻ, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗപ്പെടുത്തുന്നതിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. EDയുടെ അന്വേഷണത്തെ ഡൽഹി ഹൈക്കോടതി പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസായിരുന്നു ന്യൂസ് ക്ലിക്ക് സ്ഥാപകൻ പ്രബീർ പുറുക്കായസ്തിന് നേരെയുണ്ടായ ED പ്രധാനമായും ചുമത്തിയിരുന്നത്. ഈ കേസാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. എന്തായാലും EDക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം കൂടി ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുകയാണ്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അധികാര ദുർവിനിയോഗം ചെയ്തു എന്നുള്ളതാണ് ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഡൽഹി ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള പത്രപ്രവർത്തനത്തിനെതിരെയാണ് ED ഇത്തരത്തിൽ അധികാര ദുർവിനിയോഗം നിയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി അംഗീകരിക്കാനാകില്ല. EDയുടെ ആരോപണം അത് തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നുള്ള കാര്യമാണ് ഡൽഹി ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 2023 സമാനമായിട്ടുള്ള രീതിയിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഈ EDക്കെതിരെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകൾ ഈ ന്യൂസ് ക്ലിക്കിലേക്ക് പണമിടപാട് നടത്തുകയും പിന്നീട് അത് കള്ളപ്പണം വെളുപ്പിക്കൽ ആവശ്യത്തിനായി പ്രബീർ പുറുക്കായസ്ത ഉപയോഗിച്ചു എന്നുള്ളതാണ് ED പ്രധാനമായും ആരോപിക്കുന്നത്. എന്തായാലും ഈ EDയുടെ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേസ് പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുന്നത്.